പൊയ്യാറ ശ്രീ വിഷ്ണുവായ മഠത്തിലേക്ക് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ സിബിൽ വേണം. സിബിൽ ഉണ്ടാക്കുന്നത് വിഷ്ണുവായ സ്വാമി എന്നല്ല. അപ്പോ സിബിൽ ഇല്ലാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലോൺ കിട്ടാൻ വേണ്ടി നിങ്ങൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്, ആ ലോൺ പാസ്സാക്കി തരാനായിട്ട് പറഞ്ഞാൽ അത് ഏത് ചാത്തനെ പറ്റാന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു മായയും അങ്ങനെയുള്ള ഒരു ഫൂളിഷ്നെസ്സും നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, എന്ത് പ്രശ്നമാവട്ടെ ആ പ്രശ്നത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ട മാനസിക ശക്തി, എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രവർത്തിപ്പിച്ചെത്തിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള എനർജി, ശക്തി ഉണ്ടാക്കാൻ, നമ്മളിൽ ബുദ്ധി ഉണ്ടാക്കാൻ, നമ്മൾ പണ്ട് ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഒരു വിഷ്ണുമായ മഠത്തിലോ വിഷ്ണുമായ ക്ഷേത്രത്തിലോ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് അപാരമായ ശക്തി നമ്മളിലേക്ക് തരും. ആ ശക്തി നമ്മൾ എന്തിനു ഉപയോഗിക്കണം? സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കണം. സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേറൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം ആദ്യം നോക്കൂ. നിങ്ങൾ ആദ്യം രക്ഷപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതൊരു കോമൺ സെൻസ് ആണ്. അതിന് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതിനെന്നും നിങ്ങളുടെ കൂടെ പൊയ്യാറ് വിഷ്ണുവായ മഠത്തിലെ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും ഉണ്ടാവും.